UDF സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ കാർഷിക മേഖലയ്ക്ക് ഉണർവുണ്ടാകുമെന്ന വൻ പ്രതീക്ഷയിലാണ് നെൽ കർഷകർ. നെല്ല് സംഭരണത്തിന് ആവശ്യമായ മുഴുവൻ തുകയും ബജറ്റിൽ വകയിരുത്തണമെന്നാണ് കർഷകരുടെ ആവശ്യം. രാസവളത്തിന്റെ വില വർധനയിൽ കർഷകർ ഇപ്പോൾ പ്രതിസന്ധിയിലാണെന്ന് നമുക്കറിയാം. നാളെ UDF സർക്കാർ ആദ്യ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കാനൊരുങ്ങുമ്പോൾ കാർഷിക മേഖലയ്ക്ക് പ്രത്യേക പാക്കേജ് ഉൾപ്പെടെ ലഭ്യമാകുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് നെൽ കർഷകർ. നെല്ല് സംഭരണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നും കർഷകർ പ്രതീക്ഷിക്കുന്നുണ്ട്. നെല്ല് സംഭരണത്തിനാവശ്യമായ മുഴുവൻ തുകയും ബജറ്റിൽ വകയിരുത്തണമെന്നാണ് ആവശ്യം. കേന്ദ്രം നെല്ലിന്റെ താങ്ങുവില കൂട്ടുമ്പോൾ അതിന് ആനുപാതികമായി സംസ്ഥാനം സ്വന്തം വിഹിതം വെട്ടിക്കുറയ്ക്കുന്ന രീതി തുടരില്ലെന്ന സർക്കാരിന്റെ പ്രഖ്യാപനം കർഷകർക്ക് ഏറെ ആശ്വാസമാണ്. മുൻ സർക്കാർ കർഷകരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചില്ലെന്നും പുതിയ സർക്കാർ കൈവിടില്ലെന്ന പ്രതീക്ഷയിലാണെന്നും മാത്തൂരിലെ കർഷകർ പറഞ്ഞു. ഇതിനൊരു നിശ്ചിത സംഖ്യ സംഭരണത്തിന് വേണ്ട ഒരു ഫണ്ട് അത് ഈ ആവശ്യത്തിന് വേണ്ടി വിനിയോഗിക്കാൻ മാത്രം ഒരു പ്രത്യേക അക്കൗണ്ടിലേക്ക് ഒരു ഹെഡിൽ മാറ്റിവെച്ചാൽ സംഭരണത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. അത് കഴിയുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്ന ഫണ്ട് ആ അക്കൗണ്ടിലേക്ക് അടച്ചാൽ സ്ഥിരമായിട്ട് ഇതിനൊരു സംവിധാനമായി എന്നാണ് ഉള്ളൊരു പ്രതീക്ഷ. അപ്പോൾ അങ്ങനെയുള്ളൊരു സംവിധാനം കൃത്യമായിട്ട് ഉണ്ടാക്കിയാൽ സംഭരിക്കുമ്പോൾ തന്നെ കൃഷിക്കാർക്ക് പൈസ കൊടുക്കാൻ കഴിയും. ഇപ്പോൾ ഞങ്ങൾക്ക് പലപ്പോഴും ഇപ്പോൾ വിളവിറക്കാൻ തന്നെ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കൊയ്തിട്ട് 2 മാസം കഴിഞ്ഞിട്ടാണ് നെല്ല് കയറിപ്പോയത്. നെല്ല് കയറ്റിപ്പോയിട്ട് ഇപ്പോൾ 2 മാസം 1.5 മാസം ഇനിയും PRS വരെ കിട്ടി. അപ്പോൾ നാളെ മറ്റന്നാൾ കിട്ടുന്ന പറയണത്. ഇനി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഉടനെ പൈസ കിട്ടില്ല. കാരണം ഇതിന് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത് മറ്റേ സപ്ലൈക്കിൽ കൊടുത്ത് അതിന് എടുത്ത് വരുമ്പോഴേക്ക് കാലതാമസം പിടിക്കും. അപ്പോഴേക്കും ഇത് വിളവെടുക്കും. പൊതുവേ പറഞ്ഞാൽ ഈ ഒരു കാലതാമസം കൃഷിക്കാർക്ക് ഈ പറഞ്ഞ ഞാൻ ഉൾപ്പെടെ കൃഷി ചെയ്യാൻ മടുപ്പായി. ജില്ലയിൽ കാര്യമായ മഴ ലഭിക്കാത്തത് മൂലം ഒന്നാം വിള ഇറക്കുന്നത് നിലവിൽ പ്രതിസന്ധിയിലാണ്. പാടം ഉഴുതുമറിക്കാൻ ആവശ്യമായ വെള്ളം പലയിടത്തും എത്തിയിട്ടില്ല. രാസവിള വില വർധനയിൽ കർഷകർ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ബജറ്റിൽ കർഷകർക്ക് കാര്യമായ പാക്കേജുകൾ പ്രഖ്യാപിച്ചില്ലെങ്കിൽ കൃഷിപ്പണിയുമായി മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് കർഷകർ ദുഃഖത്തോടെ പറയുന്നുണ്ട്. വലിയ നഷ്ടം സഹിച്ചും കാർഷിക വൃത്തി തുടരുന്ന കർഷകർക്കായി ബജറ്റിൽ വിസ്മയമുണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് പാലക്കാട്ടെ നെൽ കർഷകർ. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.